പണ്ടൊക്കെ സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ടും ഭർത്താക്കന്മാരെ ബഹുമാനിച്ചും അവരെ അംഗീകരിച്ചും ജീവിക്കായിരുന്നു. പക്ഷേ ഇന്ന് ചില ഭർത്താക്കന്മാർ ഭാര്യമാരുടെ അടിയിലും ഭാര്യമാർക്ക് കീഴിലും ഭാര്യമാർക്ക് വിധേയപ്പെട്ടും ജീവിക്കുക. അല്ലേ, ശരിയല്ലേ? പണ്ടൊക്കെ സ്ത്രീകളെന്ന് പറഞ്ഞത് ഭർത്താക്കന്മാരെ ബഹുമാനിച്ചും ഭർത്താക്കന്മാരെ അംഗീകരിച്ചും ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ടുമൊക്കെ ആയിരുന്നു ഓരോ കുടുംബജീവിതങ്ങളൊക്കെ. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്ന് ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് വിധേയപ്പെട്ടും ഭാര്യയ്ക്ക് അടിമയായി ജീവിക്കുക. എന്താ കാരണം? കുറേയൊക്കെ വിദേശ പണമാണ്. വിദേശ പണം കയറാക്കി തുടങ്ങിക്കഴിഞ്ഞപ്പം ഭാര്യമാരുടെ കയ്യിൽ അല്ല സ്ത്രീകളുടെ കയ്യിൽ പണം കയറി കഴിഞ്ഞപ്പം അത് കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയല്ലേ. പിന്നെ ഭർത്താവ് വേണ്ട, പിന്നെ പേരിനൊരു ഭർത്താവ്. അവരുടെ ആഗ്രഹങ്ങൾക്കും സാഫല്യങ്ങൾക്കും അവരെ സംതൃപ്തിക്കാൻ വേണ്ടി അവർ വേറെ ആളെ ഉപയോഗിക്കുന്നു. പേര് പറയാൻ മേൽവിലാസം കിട്ടാൻ വേണ്ടി ഒരു ഭർത്താവ്. ഇപ്പം എങ്ങോട്ടാണ് നമ്മുടെ മനുഷ്യൻ്റെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികളെല്ലാം പൊക്കി ഈ രീതിയിലാണ്. കാരണം യൂറോപ്യൻ കൺട്രിയിൽ പോയി പൈസ സമ്പാദിച്ചു കഴിഞ്ഞപ്പം സ്ത്രീകൾക്ക് ജീവിത പങ്കാളി വേണ്ടാതായി. എങ്ങോട്ടാണ് പോകുന്നത്? ഈ ലോകത്തിൻ്റെ ദുരന്തം അല്ലേ, മനുഷ്യൻ്റെയൊക്കെ ദുരന്താവസ്ഥ എന്നല്ലാണ്ട് എന്ത് പറയാനാണ്. അപ്പം കോപ്രായങ്ങളുടെ കാലഘട്ടമാണ്. പണ്ട് ക്രിസ്ത്യാനികളുടെയൊക്കെ കല്യാണം എന്ന് പറയുന്നത് രാവിലെ ആയിരുന്നു. പക്ഷെ ഇന്ന് ക്രിസ്ത്യാനികളും തലതിരിഞ്ഞ് സഭാ അധ്യക്ഷന്മാർ മുതൽ ഇടവക വികാരിമാർ മുതൽ കോപ്രായങ്ങളെ കാണിച്ചിരിക്കുന്നത്. കല്യാണമൊക്കെ രാത്രിക്കാണ്, ചിലപ്പോൾ നേരം വെളുക്കും പാതിരാ വരെ കല്യാണം. കാരണം മദ്യക്കുപ്പികളും അങ്ങനെയുള്ള പല കോപ്രായങ്ങളാണ്. വിവാഹ ജീവിതത്തിന് പവിത്രതയോ വിശുദ്ധിയോ മാന്യതയോ കൊടുക്കുന്നില്ല. എല്ലാം ഒരു തരം കോപ്രായം. എവിടെ ചെന്നെത്തും, എവിടെ ചെന്ന് അവസാനിക്കും? ഇങ്ങനെ പോയി കഴിയുമ്പം ഒരു ദിവസം വലിയ വലിയ പ്രളയങ്ങളും മറ്റൊക്കെ വന്നു ഭവിക്കും. കാരണം മനുഷ്യൻ്റെ ജീവിതം അത്ര അധപ്പതിച്ചിട്ടാണ് ഉള്ളത്. കല്യാണമൊക്കെ രാത്രിയിലേക്ക്. കാലത്തിൻ്റെ പോക്ക് നോക്കി.